നമുക്ക് ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ട്വിൻ ഫ്ലെയിം ജേണിയെ കുറിച്ചിട്ട്. ലൈക്ക് മാഡം, ട്വിൻ ഫ്ലെയിം ജേണി വളരെയധികം ടോക്സിക് ആണ്. ഞാൻ ഡീൽ ചെയ്യുന്ന എൻ്റെ ഡിവൈൻ കൗണ്ടർ പാർട്ട്, എൻ്റെ ട്വിൻ ഫ്ലെയിം എന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഓരോ തവണ വരുമ്പോഴും ഹേർട്ട് ചെയ്ത് പോവാറുണ്ട്. വളരെയധികം ടോക്സിക് ആയിട്ടുള്ള വേയിലാണ് എന്നോട് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്താണ്, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഒന്നാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് ആ ഒരു സെയിം കാര്യമായിരിക്കും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും മിറർ ചെയ്യുന്നുള്ളത്. സോ അവരുടെ ഉള്ളിൽ നിങ്ങളുടെ ഒരു സെയിം എനർജി ആയിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കൽ ഒഴിവാക്കി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമും ആ ഒരു ഫുഡ് കഴിക്കൽ ഒഴിവാക്കിയിട്ടുണ്ടാവാം. ഇപ്പം നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കാര്യം മൈൻഡിൽ ചിന്തിച്ചു വെച്ചു. ഒരു പക്ഷെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനോട്, പക്ഷെ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു തോട്ട്സ് നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം പറയുന്നത്. ലൈക്ക് ഇതൊരു മിററിങ് എന്നാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഒരു വ്യക്തി നിങ്ങളോട് ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് മിറർ എക്സസൈസ് ആണ്. ഓക്കെ, സോ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്താണ് നിങ്ങളോട് ഹീൽ ചെയ്യാൻ പറയുന്നത്, അപ്പം നിങ്ങളിലേക്ക് നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ടോക്സിസിറ്റി ഉണ്ടോ? ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ടോക്സിസിറ്റി ഉണ്ട്, നിങ്ങൾ വളരെയധികം ടോക്സിക് ആണെങ്കിലും നിങ്ങൾ ഈ ഒരു റിലേഷനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ടോക്സിസിറ്റി നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു ടോക്സിസിറ്റിയാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കാണിക്കുന്നുള്ളത്. ഇപ്പം ഇനി നിങ്ങൾ ടോക്സിക് അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ ടോക്സിക് ആയിരിക്കാം. സോ ആ ഒരു എനർജീസിന് നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഡിവൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഗൈഡൻസ്, ഡിവൈൻ വഴി ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിമിലേക്ക് കിട്ടുന്നുള്ളത്. ബിക്കോസ് ട്വിൻ ഫ്ലെയിം ജേണി ഇറ്റ്സ് നോട്ട് എ റൊമാൻറ്റിക് ജേണി, ബട്ട് റൊമാൻസ് ഇല്ലെന്നല്ല, ഇത് മെയിനായിട്ടും പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് വരുന്ന ഒരു ജേണിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ടീച്ചറാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും എടുത്തു കാട്ടി നിൻ്റെ ഉള്ളിൽ ഈ കാര്യങ്ങൾ ഹീൽ ചെയ്യാനുണ്ട്. അപ്പോഴാണ് നിനക്ക് നിൻ്റേതായിട്ടുള്ള ഒരു പഴയ ഒരു എനർജിയിലേക്ക് റിട്ടേൺ വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു പ്യുവർ ലവ് എന്നുള്ള ഒരു എനർജിയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്ന കാര്യങ്ങൾ ഹീൽ ചെയ്യണം എന്നാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഓരോ ടൈമിലും വന്ന് നിങ്ങളെ ട്രിഗർ ചെയ്ത് കാണിക്കുന്നുള്ളത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ടോക്സിസിറ്റി വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ ലൈഫിൽ ഏത് ഏരിയയിലാണ് ടോക്സിസിറ്റി ഉള്ളതെന്ന് നോക്കുക, ക്ലിയർ ചെയ്യുക. താങ്ക് യു.